കിനാവ് രചന ഷെമീന അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഡി ആയിഷ എടി എന്തുമ്മാ എണീക്കടി ഹംകെ ഉമ്മ കുറച്ചു നേരം കൂടി ഞാൻ വന്ന് വെള്ളം കോരി ഒഴിക്കും മര്യാദക്ക് എണീറ്റയ്യ്. ഈ ഉമ്മ ഒന്നും ഉറങ്ങാനും സമ്മതിക്കൂല. ആ എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ, ഞാൻ ആയിഷ. ഇപ്പൊ കേട്ടത് എന്റെ ഉമ്മ സൂറയാണ് കേട്ടോ. അതേ നമ്മുടെ പോരാളി. സ്കൂളിൽ പോവാൻ നീക്കാൻ പറഞ്ഞ എന്ത് ചെയ്യാനാ, നല്ല മഴ പെയ്യുന്നുണ്ട്, നല്ല തണുപ്പ്. ഈ തണുപ്പത്തിൽ രാവിലെ ഇങ്ങനെ പുതച്ചുകൂടി കിടക്കാൻ നല്ല സുഖ. ആ പിന്നെ ഞാൻ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് കേട്ടോ. ഇന്നാണ് ഞാൻ മാത്സ് മാഷിന്റെ ഒടുക്കത്തെ ടെസ്റ്റ് പേപ്പറുണ്ട്. മാഷും ഞാനും പണ്ടേ ഉടക്കാം. ചുരുക്കം പറഞ്ഞ പാമ്പും ഗിരിയും പോലെ. ഇന്ന് ചെന്നില്ലെങ്കിൽ ആ കാലമട എന്നെ ഒറ്റയ്ക്ക് എക്സാം എഴുതിക്കും. ഞാൻ പിന്നെ മാത്സ് പണ്ടേ വീക്കാ. അതുകൊണ്ട് നമ്മൾ വേഗം സ്കൂളിലേക്ക് പോട്ടെ. ആളെ കാണാൻ ഇത്തിരി മൊഞ്ചൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എന്താ കാര്യം, ആ കാലമാണ്ടെന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. എന്തായാലും നമുക്ക് പോവാം. സ്കൂൾ ഹാഫ് ഡേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ആ കാലമാൻ്റെ എക്സാം അങ്ങ് പോയി കിട്ടി. ഈവനിങ് പീരീഡാണ് മാത്സ് ക്ലാസ്. അതുകൊണ്ട് നല്ല സമാധാനമുണ്ട്. ഈവിടം വരെ എൻ്റെ ലൈഫ് ഹാപ്പിയായിട്ട് മുന്നോട്ട് പോയി. അപ്പോഴാണ് എൻ്റെ തലയിൽ ഇടുത്തി പോലെ ആ ഒരു കാര്യം വന്ന് വീണത്. എൻ്റെ പോരാളിയായ എൻ്റെ വാപ്പിച്ച് എനിക്കൊരു കല്യാണക്കാരായിട്ട് വന്ന് നമ്മുടെ പോരാളി നമുക്ക് ഫോട്ടോയും കാണിച്ചു തന്നു. ആളെ കാണാൻ ഇത്തിരി ഗ്ലാമറൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അതിൽ വീഴാതിരുന്നില്ല കേട്ടോ. പക്ഷെ എനിക്ക് പഠിക്കണമായിരുന്നു. പക്ഷെ വീണ്ടും തന്നെ ആവർത്തിച്ചപ്പോൾ ആൾക്ക് ഇത്തിരി മൊഞ്ചനായതുകൊണ്ടും ഞാനങ്ങ് സമ്മതിച്ച്. ഇന്നത്തെ പോലെ നിയമമൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് എനിക്ക് വെറും 15 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബന്ധുക്കാരൊക്കെ എതിർത്തപ്പോഴും എനിക്ക് വാശിയായിരുന്നു എങ്ങനെയെങ്കിലും എനിക്ക് ഈ കല്യാണം നടക്കണം. ഒടുവിൽ 10ാം ക്ലാസ്സിലെ വെക്കേഷനിൽ എൻ്റെ 15ാമത്തെ വയസ്സിൽ എൻ്റെ വാശിക്ക് വഴങ്ങി എന്നെയും പുള്ളിക്കാരനെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. അന്ന് ആ 15ാം വയസ്സിൽ ഞാൻ വിചാരിച്ചു ഈ ഭൂമിയിലെ ഏറ്റവും സന്തോഷവതിയായ പെൺകുട്ടി ഞാനാണെന്ന്. അങ്ങനെ 3 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ കല്യാണം കഴിഞ്ഞു. ആ പിന്നെ എൻ്റെ ഇക്കാനെ പറ്റി കേൾക്കണ്ടേ. ആഷിക്കുന്ന ഇക്കാൻ്റെ പേര്. പുള്ളി നാട്ടിൽ എഞ്ചിനീയറാണ്. പിന്നെ കാണാൻ നല്ല മൊഞ്ചനും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളൊന്നും കുഴപ്പമില്ലാണ്ട് പോയി. അടിപൊളി ലൈഫായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇക്കാടെ വീട്ടിൽ കുറച്ച് പ്രശ്നമൊക്കെ നടന്നു. പിന്നെ അത് വലുതായി. അതൊന്നും പ്രശ്നമാക്കാതെ മുന്നോട്ട് പോയി ഞാൻ. എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ലൈഫാണെന്ന് എനിക്ക് തോന്നി. പിന്നീട് അങ്ങോട്ട് എൻ്റെ ലൈഫിൽ പ്രശ്നം വലുതായിക്കൊണ്ടിരുന്നു. അപ്പോഴെനിക്ക് താങ്ങായി എൻ്റെ ഇക്കുണ്ടായിരുന്നു, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ. അങ്ങനെ വളരെ സ്നേഹത്തിൽ പോയി ഞങ്ങളുടെ ലൈഫ് പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചു. നല്ല സ്നേഹം ഉണ്ടായിരുന്ന എൻ്റെ പ്രാണന് പതുക്കെ പതുക്കെ എന്നുള്ള സ്നേഹം കുറയാൻ തുടങ്ങി. എന്തു പറഞ്ഞാലും ദേഷ്യവും കുറ്റപ്പെടുത്തലായി മാറി. എൻ്റെ ഒപ്പം ഇരിക്കുന്ന പോലെ ആൾക്ക് ഇഷ്ടമല്ലാതെയും മാറി. പതുക്കെ പതുക്കെ എൻ്റെ അടുത്ത് നിന്ന് എൻ്റെ പ്രാണൻ അകന്നു പോയി തുടങ്ങി. പിന്നീട് ഞാൻ അറിഞ്ഞു അവർക്ക് എന്നെക്കാളും പ്രിയപ്പെട്ടത് വേറെ ഉണ്ടെന്ന്. അവരുടെ ജീവിതത്തിൽ എനിക്കൊരു സ്ഥാനം ഇല്ലാന്ന്. അന്ന് ആ ദിവസം മുതൽ ഞാൻ അറിയുകയായിരുന്നു ജീവിതം. പിന്നീടുള്ള ദിവസങ്ങൾ ഞാനൊരു പാവണിക്കായിരുന്നു, വെറും ഒരു കളിപ്പാവ. പിന്നെ കുറച്ച് ദിവസങ്ങൾക്കപ്പുറം വീട്ടുമുറ്റത്തൊരു കാറ് വന്നിരുന്നു. അതിൽ നിന്ന് എൻ്റെ പ്രാണന് അവൾ ഇറങ്ങി വരുന്ന കണ്ട് സ്വപ്നലോകത്തെന്ന പോലെ നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. അവളുമായി ആ വീട്ടിൽ കയറുമ്പോഴും അവളുടെ ആരും ഒന്നും മിണ്ടിയില്ല. സന്തോഷം മാത്രമായിരുന്നു എല്ലാവരുടെയും മുഖത്ത്. അന്ന് മുതൽ ആ വീട്ടിൽ എനിക്കൊരു സ്ഥാനമില്ലെന്ന് ഞാൻ അറിഞ്ഞ ആ നിമിഷം ഞാൻ ആ വീടിൻ്റെ പടിയിറങ്ങി. അവിടുന്ന് ഇറങ്ങിപ്പോരുമ്പോൾ ലൈഫ് ഇനി എങ്ങനെയാണെന്നോ എന്താണെന്നോ അറിയില്ലായിരുന്നു. ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാതെ നീണ്ട ഒരു വർഷം. പിന്നെ എല്ലാവരോടും എല്ലാത്തിനോടും ഒരുതരം ഒളിച്ചോട്ടായിരുന്നു, ഒരുതരം മടുപ്പായിരുന്നു, ഒരു മൗനമായിരുന്നു, തികച്ചൊരു ഒറ്റപ്പെട്ട ജീവിതം. അതിൽ നിന്ന് എന്നെ മാറ്റാൻ ശ്രമിച്ച് എൻ്റെ കൂടെ നിന്ന് എൻ്റെ ഫാമിലിയാണ്. വർഷങ്ങൾക്കിപ്പുറം ഞാനിന്നൊരു ഡോക്ടറാണ്. ഡോക്ടറായി ജോയിൻ ചെയ്യുകയാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിങ്ങനെ ഡോക്ടറായി എന്ന്. അന്ന് അങ്ങനെ ഇരിക്കുന്നതിനിടയിലാണ് ചെന്നൈ ഒരു കോളേജിൽ എനിക്ക് അഡ്മിഷൻ ശരിയാക്കിക്കൊണ്ട് തന്നു. ഇവിടെ നിന്നാൽ ചിലപ്പോൾ ഭ്രാന്ത് പിടിക്കുന്ന എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ചെന്നൈയിലേക്ക് പോയി. നാടുമായി തികച്ചൊരു കോണ്ടാക്റ്റും ഇല്ലാണ്ട് 3 വർഷം. അതിനാൽ ഞാൻ അറിഞ്ഞു എൻ്റെ പ്രാണന്റെ അല്ല എൻ്റെ ഇക്കാൻ്റെ കൂടെ ഇറങ്ങി വന്നവൾ ഇന്ന് എൻ്റെ ഇക്കാനെ തനിച്ചാക്കി വീണ്ടും വേറെ ആളുടെ കൂടെ പോയി എന്ന്. സന്തോഷം തോന്നിയില്ല, പകരം എവിടെയോ ഒരു നീറ്റൽ അനുഭവപ്പെട്ടു. നാട്ടിൽ അങ്ങനെ പലതും നടന്നപ്പോഴും അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ലായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇന്ന് ഡോക്ടറായി തിരിച്ചെൻ്റെ നാട്ടിലെത്തിയപ്പോൾ കണ്ടു ഞാൻ എൻ്റെ പ്രാണനെ. ആ കണ്ണിലൂടെ പറയാതെ പറയുന്നുണ്ടായിരുന്നു ക്ഷമയുടെ ഒരു കൂമ്പാരം. കഴിഞ്ഞുപോയ കാലം ഒരിക്കലും ഓർമ്മയിൽ പോലും വരരുതെന്ന് കരുതിക്കൊണ്ട് ഞാൻ കണ്ടിട്ടും കാണാത്ത പോലെ നടന്നകന്നു. ഇപ്പൊ ലൈഫ് ഫുൾ ഹാപ്പിയാണ്. ആരോടും ദേഷ്യം വാശിയില്ലാണ്ട് ലൈഫ് അങ്ങനെ പോകുന്നു. ആ പിന്നെ ഈ ഒറ്റക്കാണെങ്കിലും അതിനൊരു സുഖമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നീണ്ട കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഹോസ്പിറ്റലിൽ ഒരാൾ വന്നു എന്ന് പറഞ്ഞ് എന്നെ ഒരു സ്റ്റാഫ് വന്ന് വിളിച്ചു. ഞാൻ പോയി. ആളെ കണ്ടതും ഒരു നിമിഷം കണ്ണുകളും നടക്കി. എൻ്റെ പ്രാണനായിരുന്ന ഇക്ക എൻ്റെ അടുത്ത് നിൽക്കുന്നു. ഞാനൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. പതിയെ എൻ്റെ അടുത്ത് വന്ന് എന്നോട് മാപ്പ് പറഞ്ഞു. ചെയ്തു പോയ എല്ലാറ്റിനും മാപ്പ് പറഞ്ഞു. ഒരുപാട് കരഞ്ഞു. ഈ കാൻ്റെ കൂടെ വരണമെന്ന് ആവശ്യപ്പെട്ടു. ഞാനൊരു നിമിഷം ഒന്നും മിണ്ടാ നിന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു നിങ്ങളെ. എന്നേക്കാൾ ഞാൻ കൂടുതൽ സ്നേഹിച്ചിരുന്നു. പക്ഷേ ഇപ്പം എനിക്കതിന് താല്പര്യമില്ല. തോന്നുമ്പോൾ ഒഴിവാക്കാനും തോന്നുമ്പോൾ ഉൾക്കൊള്ളാനും നിങ്ങൾ കഴിയുമായിരിക്കും. പക്ഷേ എനിക്കതിന് കഴിയില്ല. അതും പറഞ്ഞ് ഞാൻ നടന്നകലുമ്പോൾ ചെറിയൊരു നോവ് എവിടെയോ ഉണ്ടെന്ന് ഞാൻ അറിയാതെ അറിഞ്ഞു. അപ്പോഴാണ് നമ്മുടെ പഴയൊരു കഥാനായകന്റെ വരവ്. പിന്നിൽ നിന്ന് എന്നെ പേര് വിളിച്ചപ്പോൾ ഞാനത് നോക്കിപ്പോയി. അതാ നമ്മുടെ കണക്ക് മാഷ്. ആളിത്തിരി മൊഞ്ചനായിട്ടുണ്ട്. ഞാൻ വേഗം അങ്ങോട്ടേക്ക് പോയി. മാഷേ, നിങ്ങളെന്തെവിടെ? നിന്നെ കാണാൻ വേണ്ടി വന്നാ? അതും പറഞ്ഞ് മൂപ്പര് 35 വാറിന്റെ ചിരി മുഖത്ത് ഫിറ്റാക്കിയിട്ടുണ്ട്. ഞാനാണെങ്കിൽ എന്തോ പോയി എന്തിനെ പോലെ നിൽക്കുകയാണ് വണ്ടറടിച്ച്. നീ ആയിഷ
ഐഷ നീ കോപ്പേ നോക്കടി. പടച്ചോനയുടെ കാറ്റ് പോയോ? സാർ ഇപ്പം എന്താ പറഞ്ഞേ? അതേടി ഞാൻ നിന്നെ തേടി വന്നാ. നിന്നോട് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നു. അതാ നീ എന്ത് പറഞ്ഞാലും വഴക്കുണ്ടാക്കിയിരുന്നത്. നിന്നോട് വേറെ ആരും മിണ്ടുന്ന പോലും എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. പിന്നെ നീയാണെങ്കിലോ ഏത് നേരം വായാടി സ്വഭാവമായിട്ട് നടക്കും. അത് മുതലെടുക്കാൻ കുറെ ഒലിപ്പീരികളും. പിന്നെ എനിക്ക് ദേഷ്യം വരാണ്ടിരിക്കോ? അപ്പൊ നിന്നോട് എനിക്ക് അങ്ങനെ പെരുമാറാനാണ് തോന്നിയത്. വെക്കേഷൻ ടൈമിൽ ഒരുപാട് കാണാൻ ആഗ്രഹിച്ചു. എന്തെങ്കിലും പറഞ്ഞ് നിന്റെ വീട്ടിലേക്ക് വിളിക്കണമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് അത് ഞാൻ അറിയുന്നത് നിന്റെ മാരേജ് ഫിക്സ് ആക്കിയെന്ന്. ഒരു നിമിഷം സങ്കടമാണോ ദേഷ്യമാണോ തോന്നിയെന്നറിയില്ല. പിന്നെ അത് മറന്നു തുടങ്ങി. ഒരുപാട് വേദനയുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഓരോ കാര്യങ്ങൾ നീ അറിയാതെ തന്നെ ഞാൻ അറിഞ്ഞു തുടങ്ങി. നീ ഇപ്പം ഇങ്ങനെ സിറ്റുവേഷൻ ആയതുകൊണ്ട് ഏറ്റവും സന്തോഷിച്ച് ചിലപ്പോൾ ഞാനാവും. ദുഷ്ടൻ. ഇതൊക്കെ കേട്ട് ഞാൻ ഏതോ സ്വപ്ന ലോകത്തെന്ന പോലെ നിൽക്കുന്നു. അപ്പോൾ ഈ വരവിൻ്റെ ഉദ്ദേശം എന്താ സർ? ദുരുദ്ദേശം തന്നെയാണ് മോളെ. സർ അത് വേണ്ട, ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് സാറിന് പോവാം. ഞാൻ നിന്നെ കൊണ്ട് പോവുകണ്ണേ. അന്നൊരു കള്ളച്ചിരിയോടെയാണ് സാറിൻ്റെ അടുത്തുനിന്ന് പോയത്. പിറ്റേ ദിവസം ഞാൻ എണീറ്റ് പുറത്തിറങ്ങിയപ്പോഴതാ നമ്മുടെ സാറ് പുറത്ത്. അതും ഫുൾ ഫാമിലിയായി. പടച്ചോനെ ഇതൊക്കെ ആരാ? നമ്മുടെ പോരാളിയാണെങ്കിലോ അവരൊക്കെ ആനയിച്ചിരുത്തുന്നുണ്ട്. പോയി ഫ്രഷായി വാം കെ. ആ ഇന്ന് ഇതാ നമ്മുടെ കല്യാണം കഴിഞ്ഞ്. ചെറിയൊരു വേദന എവിടെയൊക്കെയുണ്ട്. ബട്ട് പാസ്റ്റ് ഈസ് പാസ്റ്റ്. അത്രയേ ഉള്ളൂ. ഇന്ന് ഇയാളുടെ കൂടെയുള്ള ഫസ്റ്റ് നൈറ്റാണ്. പടച്ചോനെ കാത്തോണേ. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ആദ്യത്തെ ഓർമ്മ മുന്നിൽ തെളിഞ്ഞു. എവിടേക്കോ ഒരു നീറ്റൽ. അപ്പോഴതാ നമ്മുടെ സാറ്, അല്ല സോറി ഇക്ക വരുന്നത്. പടച്ചോനെ നിങ്ങള് കാത്തോളി. എന്താടി വേണേ കാത്തിരുന്ന് മടുത്തോ? സത്യം പറ, എന്തിനാ എന്നെ നിങ്ങൾക്ക്? നിങ്ങളുടെ ലൈഫ് എന്തിനാ വെറുതെ കളയുന്നത്? ആരോ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞ ഈ പെണ്ണിനെ എന്തിനാ നിങ്ങൾക്ക്? എൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് എന്തിനാ വെറുതെ? ഒരു നിമിഷം ഒന്ന് എന്നെ നോയിക്കൊണ്ട് സാർ എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിച്ചത് നിന്റെ സൗന്ദര്യം കണ്ടിട്ടല്ല, നിന്റെ മനസ്സ് കണ്ടിട്ടാ. ഇപ്പോഴും എനിക്ക് ആ സ്നേഹമുണ്ട്. അതിന് എൻ്റെ റൂഹാകുന്നവരെ ഉണ്ടാവും. അയ്യേ കരയാണോ? എനിക്ക് ആ പഴയ വായാടി ആഴ്ചയായിട്ട് നിന്നെ കാണണം. ഇനി ഞാനിപ്പോൾ വലുതായി, ഇനി അങ്ങനെയൊക്കെ പറ്റുമോ? പിന്നെ അതുമല്ല, ഞാനിപ്പോൾ നിങ്ങളുടെ വൈഫല്ലേ. അപ്പം എങ്ങനെ നിങ്ങളോട് അങ്ങനെയൊക്കെ പെരുമാറ്? എടി കള്ളി, പറഞ്ഞു തീർക്കാൻ തീരെ ടൈമില്ല. നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആയിരുന്നു. അതിന് ഒന്നുമില്ല. നീ ഇവിടെ വന്നേ, ഞാൻ പറയട്ടെ. ഇയാൾക്ക് എന്താ വയ്യേ? അതേടി കോപ്പേ, എനിക്ക് നിന്നെ കാണുമ്പോൾ എനിക്ക് വയ്യാതാവും. അതുകൊണ്ട് നീങ്ങി വന്നേ. അങ്ങനെ കുറച്ച് നാളുകൾ ശേഷം പപ്പാ. എന്താണ് മോള്? മമ്മ ചീത്ത പറഞ്ഞു. എന്തിനാ മോള് ചീത്ത പറഞ്ഞേ? പൊന്നു ഇവിടെ വാ, വന്ന് കുളിക്ക്, സ്കൂളിൽ പോണം. വാടി ഇവിടെ. പൊന്നു ഇവരെന്ന് പറയല്ലേ പപ്പ പ്ലീസ്. ഇല്ല കേട്ടോ, മോൾക്കപ്പോൾ സ്കൂളിൽ പോകണ്ടേ? വേണ്ട, എനിക്ക് സ്കൂളിൽ പോകണ്ട. എന്നാ പോണ്ട. ഇക്ക പൊന്നു എവിടെ? അവളിങ്ങോട്ട് വന്നില്ലേ? അവളൊന്നും സ്കൂളിൽ പോകുന്നില്ല. നീ പൊക്കോ. നിങ്ങളാ അവളെ വെറുതെ വഷളാക്കുന്നത്. ആരാ പറയുന്നത്? നിന്റെ അല്ലേ മോള്. അങ്ങനെ വരൂ. നീ ഏതായാലും പോയിക്കോ, ഞങ്ങൾ പോയിക്കോളാം. ആ പപ്പയും കണക്കാ മോളും കണക്കാ. ഞാൻ പോവാ. പപ്പ അമ്മ പോയോ? മോളെ എണീക്കട്ടെ. ആ മോളെ എണീറ്റോ, ഞാൻ കുളിക്കാൻ പോയിട്ട് വരാം. അവരുടെ സന്തോഷം നിറഞ്ഞ ജീവിതം അലിലില്ലാതെ മുന്നോട്ട് നീങ്ങി.